സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാതെയും വ്യാജമായും പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ഇപ്പോഴെങ്കിലും ഉണർന്നല്ലോ. ജില്ലാതലങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് നീക്കം. മാരക രോഗങ്ങൾ വരെ ചികിത്സിച്ച് ഭേദമാക്കും. ശസ്ത്രക്രിയയില്ലാതെ രോഗം മാറ്റും. അങ്ങനെ പരസ്യം വരെ നൽകിയാണ് പല വ്യാജന്മാരുടെയും ചികിത്സ. ചതിയിൽപ്പെടുന്ന പലരും പുറത്തു പറയാൻ മടിക്കുന്നതും പരാതിപ്പെടാതെ പോകുന്നതും ഇവർക്ക് ആശ്വാസമാണ്. വ്യാജ ചികിത്സയിൽ 2 ജീവൻ നഷ്ടപ്പെട്ടതോടെയാണ് ആരോഗ്യവകുപ്പ് ഉണർന്നത്. രജിസ്റ്റർ ചെയ്യാതെയും അംഗീകൃത ബിരുദം ഇല്ലാതെയും പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനാണ് നീക്കം. പലയിടങ്ങളിലും പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി ഡോക്ടർമാർ എന്ന വ്യാജേന പ്രാക്ടീസ് ചെയ്യുന്നവരെ പിടികൂടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പോലീസും ഒരുമിച്ചാകും പരിശോധന. ഒരു സ്ഥാപനം പൂട്ടിച്ചാൽ മറ്റൊരു പേരിൽ മറ്റൊരു സ്ഥലത്ത് ഇത്തരക്കാർ കേന്ദ്രങ്ങൾ തുറക്കുന്നതും തിരിച്ചടിയാണ്. വ്യാജ ചികിത്സയെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് കാര്യമായ ബോധവൽക്കരണം നൽകാനും ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട്. ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ പ്രസവം വീട്ടിൽ നടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആശാവർക്കർമാരോട് പരമാവധി വീടുകൾ സന്ദർശിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസെടുത്താൽ ജാമ്യം കിട്ടുമെന്നുള്ളതും അധികം ശിക്ഷ ഇല്ല എന്നുള്ളതും വ്യാജ ചികിത്സകരുടെ എണ്ണവും വ്യാജ ആരോഗ്യ കേന്ദ്രങ്ങളുടെ എണ്ണവും പെരുകാൻ കാരണമായിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. PR പ്രവീണ നമുക്കൊപ്പം ചേരുന്നു. PR പ്രവീണ, ഈ വ്യാജന്മാരെ കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ഇറങ്ങിത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വ്യാജന്മാരെ കണ്ടെത്തുക എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ. കാരണം ഇവരിൽ പലരും ഇത്തരം ലൈസൻസ് ഒന്നും ഇല്ലാതെ കൺമുന്നിലാണ് ചികിത്സ നടത്തുന്നത്. അതിൽ ചിലതിനൊന്നും സർട്ടിഫിക്കറ്റോ ലൈസൻസോ ഒന്നും തന്നെ ഇല്ല, അംഗീകൃത ബിരുദങ്ങളില്ല. പിന്നെ പലതും വളരെ ഫേക്കാണ്, പ്രകടമായി തന്നെ വ്യാജനുമാണ്. അപ്പം വ്യാജനിൽ തന്നെ വ്യാജനെ കണ്ടെത്താനായിരിക്കുമോ ഇനി ആരോഗ്യവകുപ്പിൻ്റെ ശ്രമം? ഡോക്ടർ അരുൺകുമാർ, അത് ശരിയായ കാര്യമാണ്. ഒന്ന്, നേരത്തെ തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് എന്താണ് സർട്ടിഫിക്കറ്റിലുള്ള ബിരുദം അത് പ്രദർശിപ്പിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഒരിടത്ത് പോലും നമ്മുടെ ഇവിടെ കൗൺസിലുകളിൽ രജിസ്റ്റർ ചെയ്ത ഡോക്ടർമാർ പോലും അത്തരത്തിൽ കാണിക്കുന്നില്ല. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിലുള്ള പരാതി കിട്ടിയാൽ അതനുസരിച്ച് അവിടെ പരിശോധന നടത്തുക എന്നുള്ളതാണ്. അതാണിപ്പോൾ കൂടുതലും നടക്കുന്നത്. പക്ഷേ അങ്ങനെ വരുന്ന പരാതികൾ പോലും വളരെ ചുരുക്കമാണ്. പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ആരാണ് ജോലി എടുക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ കിട്ടും. പക്ഷേ അങ്ങനെയില്ലാതെ പെട്ടിക്കടകൾ പോലെ ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഒരുപാട് പരസ്യം കാണുന്നതാണ്, ശസ്ത്രക്രിയയില്ലാതെ രോഗം ഭേദമാക്കാം എന്നതുൾപ്പെടെയുള്ളത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശോധന ആരോഗ്യവകുപ്പിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഇവിടെ പോലീസിന്റെ സഹായം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു റിപ്പോർട്ട് നവംബറിൽ തന്നെ പോയിട്ടുണ്ട്. വ്യാജ സ്ഥാപനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടാണ് നവംബറിൽ പോയിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ സഹായം കൂടാതെ ഇത്തരം സ്ഥാപനങ്ങളിൽ റെയ്ഡ് സാധ്യമല്ല. അതുകൊണ്ട് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇത്തരം പരാതി കിട്ടുന്നതോ അല്ലെങ്കിൽ സംശയം തോന്നുന്നതോ ആയ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനാണ് ആലോചിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ ഇതിനോടകം ഈ വ്യാജ പ്രാക്ടീസ് നടത്തുന്നവർക്കെതിരെയുള്ള ഒരു പട്ടിക DGPക്ക് അടക്കം നൽകിയിട്ടുമുണ്ട്. PR പ്രവീണയാണ് നമുക്കൊപ്പം.